കൃഷ്ണ, ഗുരുവായൂരപ്പ, വിഘ്നേശ്വര, പാർത്ഥസാരഥി, പത്മലോചന, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്റെ ഉണ്ണിയൻ. എന്റെ മോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചുവളപ്പങ്കാലത്ത് ഇറങ്ങി പോയതാ. അവന്റെ 51ാമത്തെ ഇന്റർവ്യൂ ആയത്. എന്റെ ഭഗവതി, അവിടുത്തെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലാ അവിടുത്തെ ചെവിയിലോട്ടൊന്ന് കയറാൻ തിട്ടമില്ലാത്തോണ്ടാണ് പോലീസുകാർ റോന്തിയിട്ടുന്ന പോലെ ഞാനിങ്ങനെ ചുറ്റുന്നത്. എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ചേറിലോട്ട് ഇറങ്ങി ജീവിതം തുലയ്ക്കണ്ടല്ലോ എന്ന് കരുതിയ 50 പുറ കണ്ടം വിറ്റ് ഞാനവനെ BA BEd വരെ പഠിപ്പിച്ചത്. എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ. ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ? കാര്യം നടക്കണമെങ്കിൽ ഇത്ര ഒച്ച വെച്ചാ പറ്റൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവാപരാധങ്ങളും പൊറുക്കണമേ. നാരായണ നാരായണ. റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ അവിടുന്ന് ചോദിക്കും, ആ കടലാസ് ഇപ്പൊ ആർക്കാ ഇല്ലാത്തതെന്ന്. പക്ഷേ 6ാം ക്ലാസ് തോറ്റൊരു പിതാവിന്റെ അത്യാഗ്രഹം കൂട്ടിക്കോളൂ. എന്റെ മോനൊരു ഉദ്യോഗം വേണം. BA BEd ആയതുകൊണ്ട് അധ്യാപക വൃത്തി തന്നെ വേണമെന്ന് കടുംപിടുത്തൊന്നും ഇല്ലാട്ടോ. സർക്കാർ ജോലി വേണമെന്നില്ല. KSRTCയിലാവരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇന്നും ഉണ്ട് ഇന്റർവ്യൂ. അവൻ പോയിരിക്കുക. പിന്നെല്ലാം ഭഗവാന്റെ കയ്യില്. അമ്മയുടെ അച്ഛനായിരുന്നു. ഞാൻ പോട്ടെ. അന്നാട്ടെ. അല്ല, കറക്കം കഴിഞ്ഞോ? നിങ്ങൾ നേരം കളയാതെ ഉരുളാൻ നോക്കണ്ട മനുഷ്യ. ഓ, നല്ല കടുത്ത ഭാഷയിൽ ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പുറത്തൊരു ശയനപ്രദർശനം വേസ്റ്റ് അല്ലേ പത്മാവതി? വെടി വെച്ചിട്ട് ഠോന്ന് വെക്കണോ? അപ്പൊ എന്റെ നേർച്ചക്ക് ഒരു വിലയില്ലേ? എന്നല്ല, ഉദ്യോഗം കിട്ടുന്ന ഉറപ്പായിട്ട് പോരെ ഈ ഉരുളല്. ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണ കാണിക്കണ്ട മനുഷ്യ. സ്ത്രീകൾ ശയനപ്രദർശനം നടത്തുന്നത് നിർത്തിയത് കൊണ്ടല്ലേ? അല്ലേ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ? എന്നാ ശരി, അമ്പലത്തിൽ വെച്ച് വേണ്ട അടുക്കള പോരെ, ഉരുണ്ടാ പോരെ. ഇതങ്ങ് നേരത്തെ ആവാരുന്നില്ലേ? കൃഷ്ണ, ഗുരുവായൂരപ്പ, ഉരുണ്ടുരുണ്ട് എല്ലും തൊലിയാവുന്നത് നീ കാണുന്നില്ലേ? നാരായണ.